1971 ഡിസംബർ 4 മുതൽ ഇന്ത്യൻ നാവികസേന നാവിക ദിനം ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ 2024 ഡിസംബർ 4 നാവിക ദിനത്തിൽ ഇന്ത്യൻ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ വാക്കുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ നാവികസേന ഒരു രണ്ടര മുന്നണി യുദ്ധത്തിന് തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടര മുന്നണി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും പിന്നെ കടൽ കൊള്ളക്കാരെയുമാണ്. ഈ രണ്ടര മുന്നണി എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നത് എന്നും ഇവരെ നേരിടാൻ വേണ്ടി ഇന്ത്യ എങ്ങനെ തയ്യാറെടുക്കണമെന്നും ഇപ്പോൾ ഇന്ത്യ ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്നും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് പാകിസ്ഥാനേക്കാൾ അനിഷേധ്യമായ സമുദ്ര മേധാവിത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി അതാണോ? 2024 ചൈനയുടെ പിന്തുണയോടെ വളർന്നു വരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ വെല്ലുവിളികളെയാണ് ഇന്ത്യൻ സേന നേരിടുന്നത്. പാകിസ്ഥാൻ, ചൈന, കടൽ കൊള്ളക്കാർ എന്നിവരെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ നാവികസേനയും സ്വയം കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് വളരെ കാലമായി ഇന്ത്യ ഭയപ്പെട്ടിരുന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നാവികസേനാ ദിനത്തിന് മുന്നോടിയായുള്ള തന്റെ വാർഷിക പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്കിടയിലും പാകിസ്ഥാൻ നാവികസേനയെ നവീകരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുകയാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ആധുനികവുമായ അന്തർവാഹിനി സേനകളിൽ ഒന്നാവാനാണ് പാകിസ്ഥാൻ നാവികസേന ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ശത്രു രാജ്യങ്ങളുടെ നാവികസേനയെ നമ്മുടെ ഇന്ത്യൻ നാവികസേന ഏത് രീതിയിൽ നേരിടും? ഇന്ത്യൻ നാവികസേന അതിന്റെ ആദ്യത്തെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അതായത് AIP സജ്ജീകരിച്ച അന്തർവാഹിനിയുടെ കരാർ ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ ചൈന നിർമ്മിച്ച പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനിയുടെ പണി ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ പുരോഗതി അനുസരിച്ച് 2030കളുടെ തുടക്കത്തിൽ ഹാങ്കൂർ അന്തർവാഹിനികൾ പാകിസ്ഥാൻ നാവികസേനയിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പൂർത്തിയാകുമ്പോൾ അന്തർവാഹിനികൾ പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലിൽ ഉണ്ടാകും. AIP സജ്ജീകരിച്ച കപ്പലുകളുടെ എണ്ണം 11 ഉയരും. ഈ അന്തർവാഹിനികളിൽ അത്യാധുനിക സെൻസറുകളും ആധുനിക ആയുധങ്ങളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ശക്തമായ രീതിയിൽ നേരിടാൻ വേണ്ടി നിർമ്മാണത്തിലിരിക്കുന്ന ചൈനീസ് അന്തർവാഹിനികളെ തന്ത്രപരമായ ആണവായുധങ്ങളാൽ സജ്ജീകരിച്ച് കടലധിഷ്ഠിത പ്രതിരോധം സാധ്യമാക്കാനുള്ള ഓപ്ഷൻ പാകിസ്ഥാൻ നാവികസേന അന്വേഷിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ അന്തർവാഹിനി കപ്പലിന് നിലവിൽ 16 പരമ്പരാഗത അന്തർവാഹിനികളുണ്ട്. എന്നാൽ അടുത്തിടെ നിർമ്മിച്ച 6 അന്തർവാഹിനികൾ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം 30 വർഷത്തിലേറെ പഴക്കമുള്ളവയാണ്. അതായത് അവ ഡീകമ്മീഷൻ ചെയ്യുന്ന തീയതിയോടെ അടുത്തു വരികയാണ്. റഷ്യയുടെ ഉക്രൈൻ യുദ്ധം കാരണം ഇന്ത്യയിലെ പ്രായമായ ശിശുമാർ ക്ലാസും സിന്ധുഘോഷ് ക്ലാസ് അന്തർവാഹിനികളുടെയും സ്പെയർ പാർട്സിന്റെ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിക്കുകയും നേടുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമായും അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് മുൻഗണന നൽകുന്നത്. പാകിസ്ഥാൻ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് തീർച്ചയായും താല്പര്യമുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ ഉപരിതല കപ്പലുകളുടെ എണ്ണം 50 വർദ്ധിപ്പിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക കപ്പലുകളിൽ ഒന്നായി മാറാനുള്ള ശ്രമങ്ങളും വേഗത്തിലാക്കുകയാണ്. കാരണം രാജ്യത്തെ ഏക ഇന്ത്യൻ നാവികസേനയുടെ തുറമുഖം സജീവമാവുകയും സൂയസ് കനാലിന് കിഴക്കുള്ള ഏറ്റവും വലിയ നാവിക താവളമായി മാറുകയും ചെയ്യുന്നതിനാലാണ് പാകിസ്ഥാൻ ഈ തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ പാകിസ്ഥാന്റെ പദ്ധതിയിലെ 50 ഉപരിതല കപ്പലുകളിൽ 20 എണ്ണം ഫ്രിഗേറ്റുകളും കോർവെറ്റുകളും പോലെയുള്ള പ്രധാന ഉപരിതല കപ്പലുകളായിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് അതിന് 7500 കിലോമീറ്റർ തീരപ്രദേശം സംരക്ഷിക്കാനും പാകിസ്ഥാനെയും ചൈനയും തടയാനും കൂടുതൽ അന്തർവാഹിനികൾ ആവശ്യമാണ്. ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ അവരുടെ പ്രധാന കപ്പൽശാലകളിൽ ഒന്നായ KCW അതായത് കറാച്ചി ഷിപ്പ്യാർഡ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്സിന്റെ കപ്പൽ നിർമ്മാണത്തിൽ വലിയ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാന കപ്പൽശാലകളിൽ ഒന്നായ ഇത് പുതിയ രീതിയിലുള്ള ട്രാൻസ്ഫർ സംവിധാനവും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് സിൻക്രോ ലിഫ്റ്റ്, ഷിഫ്റ്റ് ലിഫ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ സംവിധാനമാണ് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. 2017 ഓർഡർ ചെയ്ത കപ്പൽ ലിഫ്റ്റ് കരയിൽ 13 കപ്പലുകൾ നിർമ്മിക്കാനും വിക്ഷേപണത്തിനും കടൽ പരീക്ഷണത്തിനുമായി ഡോക്ക് യാർഡുകളിലേക്ക് കപ്പലുകൾ നീക്കാനും KCW സാധിക്കും. അതുപോലെ തന്നെ വലിയ നാവിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനും പഴയ കപ്പലുകളിലേക്ക് പുതിയ ഉപസംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനുമുള്ള എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ നിർമ്മാണ ഹാളും ഫാബ്രിക്കേഷൻ സൗകര്യവും ഉപയോഗിച്ച് ഈ KCW പാകിസ്ഥാൻ വിപുലീകരിക്കുകയും ചെയ്തു.
അതായത് ഇപ്പോൾ ഈ KCWവിന്റെ ശേഷി എന്ന് പറയുന്നത് 8000 ടൺ വരെ ഭാരമുള്ള കപ്പലുകളെ പിന്തുണയ്ക്കാൻ കഴിയും. ഇത് ഭാവിയിൽ ബ്രിഗേറ്റുകൾ, ഡിസ്ട്രോയറുകൾ അല്ലെങ്കിൽ സഹായക കപ്പലുകൾ പോലെയുള്ള ഭാരമേറിയ കപ്പൽ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാന് കഴിയും. ഇനി പാകിസ്ഥാനിൽ നിന്ന് മാറി ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ കടന്നുകയറ്റവും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട അഡ്മിറൽ ത്രിപാഠി, പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേനയുടെ കപ്പലുകളും ചൈനീസ് ഗവേഷണവും ഉപഗ്രഹ ട്രാക്കിംഗും ഉൾപ്പെടെ IORലെ മൊത്തത്തിലുള്ള സമുദ്ര പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേന സൂക്ഷ്മ നിരീക്ഷണം നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയുടെ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഉടൻ തന്നെ ഇന്ത്യയുടെ മൂക്കിന് താഴെയെത്തും. ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിനൊപ്പം ചൈന കോക്സ് ബസാറിൽ ഒരു തുറമുഖവും നിർമ്മിക്കുന്നുണ്ട്. ഇത് 2023 ഉദ്ഘാടനവും ചെയ്തു. ഈ നാവിക താവളത്തിൽ ചൈന കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് സാറ്റലൈറ്റ് ഇമേജറുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ PLA നേവി ഉടൻ തന്നെ അതിലേക്ക് ലോജിസ്റ്റിക്കൽ ആക്സസ് നേടുമെന്നും അതിന്റെ വലിപ്പവും സൂചിപ്പിക്കുന്നുണ്ടത്രേ. 2024 ഒക്ടോബറിൽ ചിറ്റഗോങ് തുറമുഖത്തെ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ആദ്യമായി നങ്കൂരം വിടുകയും ചെയ്തു. ചൈനീസ് കമ്പനികൾ നിർമ്മിച്ച ഹമ്പത്തോട്ട തുറമുഖം പാട്ടത്തിനെടുത്തതിന് പിന്നാലെയാണ് ചൈന ശ്രീലങ്കയെ തങ്ങളുടെ കയ്യിൽ ഒതുക്കിയിരിക്കുന്നത്. ദ്വീപ് രാഷ്ട്രം ചൈനീസ് കമ്പനികൾക്ക് പണം നൽകാത്തതിനെ തുടർന്ന് ശ്രീലങ്ക ബെയ്ജിങ്ങിന് ഇന്ത്യയുടെ മൂക്കിന് താഴെ ഒരു തുറമുഖം നൽകി. 2024 ജനുവരി 1 മുതൽ ശ്രീലങ്ക അതിന്റെ ജലത്തിൽ പ്രവർത്തിക്കുന്ന വിദേശ ഗവേഷണ കപ്പലുകൾക്ക് 1 വർഷത്തേക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തി. എന്നാൽ ഈ മൊറട്ടോറിയം 1 മാസത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യും. ഇതിനിടെ ചൈനീസ് ഗവേഷണ കപ്പലുകൾ മാലദ്വീപിൽ നങ്കൂരമിടും. ഇങ്ങനെ രണ്ട് ശത്രു രാജ്യങ്ങളുടെയും വിപുലമായ നവീകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ അയൽക്കാരായ ശത്രുക്കളിൽ നിന്നുള്ള എല്ലാ ഭീഷണികളെയും നേരിടാൻ ഏത് സമയം സുസജ്ജമായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുവേണ്ടി ഇന്ത്യൻ നാവികസേനയുടെ കടലിനടിയിലെ യുദ്ധസേനയായ ആണവ പവേർഡ് അറ്റാക്ക് സബ്മറൈൻ അതായത് SSN നിരത്തിലിറക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര ചിലവേറിയ പദ്ധതി ആയിരുന്നിട്ടും കടലിനടിയിലെ യുദ്ധത്തിലെ പരമോന്നത വേട്ടക്കാരായ 2 SSN ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുമായി പൊരുത്തപ്പെടുന്നതിന് ആണവോർജ്ജമുള്ള അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ നിർണായകമാണ്. ഈ SSN പ്രൊജക്ടിന് അനുകൂലമായിട്ടാണ് രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ അതായത് 65,000 ടൺ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള പദ്ധതി നേരത്തെ നിർത്തിവെച്ചത്. എല്ലാത്തിനുമുപരി SSNകൾ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ വേട്ടയാടാൻ കഴിയുന്ന അണ്ടർ വാട്ടർ ഫൈറ്റർ ജെറ്റുകളാണ്. അങ്ങനെ ആണവ പ്രതിരോധത്തിന്റെ കടൽപാത ഇന്ത്യയെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയമായ ആണവോർജ അന്തർവാഹിനിയായ INS അരിഘട്ടിൽ നിന്ന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ K4 പരീക്ഷണ വിക്ഷേപണം നടത്തി. ചൈനീസ് ഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിന്റെ സ്ട്രൈക്കിംഗ് പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുമത്രേ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പവർ പ്രൊജക്ഷൻ ശേഷി വർദ്ധിപ്പിച്ച് 26 റാഫേലും യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ നാവികസേന പൂർത്തിയാക്കുമെന്നും പറയുന്നു. അതുപോലെ തന്നെ മസഗോൺ ഡോക്ക് യാർഡ്സ് ലിമിറ്റഡിൽ 3 അധിക സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പുമായി തുടരുകയാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് MQ-9 വേട്ടക്കാരും ലഭിക്കും. അത് ഏതൻ ഉൾക്കടൽ മുതൽ മലാക്ക കടലിടുക്ക് വരെയുള്ള ഉത്തരവാദിത്ത മേഖലയെ നിരീക്ഷിക്കാൻ സഹായിക്കും. ഇങ്ങനെ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആദ്യ പ്രതികരണക്കാരൻ എന്ന നിലയിൽ അവരുടെ സ്ഥാനം എപ്പോഴും നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ധാരാളം യുദ്ധ കപ്പലുകളും യുദ്ധോപകരണങ്ങളും ആവശ്യമാണ്. ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം വരികയാണെങ്കിൽ 2 ശത്രു രാജ്യങ്ങളെയും അതോടൊപ്പം കടൽ കൊള്ളക്കാരെയും നേരിടാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന ഇതിലും വളരെയധികം പുരോഗമനം കൈവരിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഇന്ത്യൻ നാവികസേന എങ്ങനെ മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആദ്യത്തെ പോരാളി ഇന്ത്യയാണ് എന്നും പറയേണ്ടി വരും. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.